നമസ്കാരം. ഇന്നത്തെ വിഷയവും +1 പ്രവേശനം തന്നെയാണ്. ഈ +1 അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, തെറ്റുകൾ സംഭവിക്കുന്ന, തിരുത്തേണ്ടി വരുന്ന വിഷയങ്ങളാണ് ഈ ഓപ്ഷൻ കൊടുക്കുന്ന രീതി എന്ന് പറയും. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഞാൻ ഒരു ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്കൂൾ ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. സ്കൂൾ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ അതിൽ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ കോഡ്, സ്കൂളിൻ്റെ പേര്, ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെലക്ഷൻ നടത്താൻ നോക്കുക. ഞാനൊരു മലപ്പുറം ജില്ലയുടെ ഒരു സ്കൂൾ ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നോക്ക്, സ്കൂൾ കോഡാണ് ആദ്യത്തെ നമ്പർ. രണ്ടാമത് സ്കൂൾ നെയിം, അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ ഒക്കെയാണ് രണ്ടാമത്തെ കോളത്തിൽ. മൂന്നാമത്തെ കോളത്തിൽ സ്കൂൾ ടൈപ്പ്, അതേതാണ്, ഗവൺമെൻറ് ആണോ, മാനേജ്മെൻ്റ് ആണോ, എയ്ഡഡ് ആണോ, അൺഎയ്ഡഡ് ആണോ എന്നൊക്കെ പറയും. അത് ആ സ്കൂൾ നിലനിൽക്കുന്ന പഞ്ചായത്ത് ഏതാണ്, അല്ലെ ലോക്കൽ ബോഡി ഏതാണ്, അതിലത്തെ താലൂക്ക് ഏതാണ്. അടുത്തത് വിദ്യാഭ്യാസ ജില്ല ഏതാണെന്ന്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്. അതിൻ്റെ അടുത്തത് അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ഉണ്ട്. അതിൻ്റെ അടുത്തത് കോഴ്സ് കോഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾ, കോഡിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് നോക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ സ്കൂള് ഗവൺമെൻറ് HSS ഡൗൺ ഹിൽ മലപ്പുറം. അപ്പോൾ മലപ്പുറത്തെ ഗവൺമെൻറ് HSSനെ പറ്റിയാണ് പറയുന്നത്. അവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ 1, 10, 39 ഒന്നെന്ന് പറയുന്നത് ബയോസയൻസ് ആണ്. 10 പറയുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. 39 പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 3 ടൈപ്പ് കോമ്പിനേഷൻ അവിടെ ഉള്ളത്. മറ്റൊന്ന് സ്കൂൾ ജെൻഡർ പറയുന്നതാണ്, അത് ഗേൾസ് ആണ് അവിടെ. അപ്പോൾ അവിടെ ആൺകുട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല. രണ്ടാമത്തത് ഗവൺമെൻറ് HSS പാണ്ടിക്കാടാണ്. പാണ്ടിക്കാടിൽ 1, 10, 34, 38, 39 എന്നിങ്ങനെ കോഴ്സ് ഉണ്ട്. കോ എഡ്യൂക്കേഷനാണ്. കോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റും എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ സ്കൂള് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട സ്കൂളുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ആ സ്കൂളുകളുടെ സ്കൂൾ കോഡ് എഴുതി വെക്കുക. പിന്നെ നമ്മൾ ആ സ്കൂളിലുള്ള കോഴ്സുകൾ ഏതാണെന്നും എഴുതി വെക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്ത രീതി ഞാനൊന്ന് കാണിക്കാം. വെള്ള പേപ്പറിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ചെയ്യണം. അത് ചെയ്തിട്ട് വേണം ഇതിലേക്കൊക്കെ നമ്മൾ പോകാൻ വേണ്ടി. ഞാൻ തിരഞ്ഞെടുത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞ് ഞാനൊരു ഹെഡിങ് കൊടുത്തു. ഈ കുട്ടി താമസിക്കുന്നത് തിരൂര് അടുത്താണ്. മലപ്പുറം ജില്ലയിലെ തിരൂര് അടുത്താണ് ഈ കുട്ടി, അതായത് ഈ ഓപ്ഷൻ കൊടുക്കുന്ന കുട്ടി താമസിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ആ സ്കൂളുകൾ ഏതൊക്കെ സ്കൂളിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നത് സ്കൂളുകൾ തിരഞ്ഞെടുത്തിരിക്കുക. നോക്ക്, 9 സ്കൂളുകൾ ആ കുട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്കൂള്, അത് ക്രമത്തിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്കൂള് ഗവൺമെന്റ് ബോയ്സ് HSS തിരൂരാണ്. ആ തിരൂരുള്ള കോഴ്സുകൾ 1, 10, 38 ഒന്നെന്ന് പറഞ്ഞാൽ ബയോസയൻസ്, 10 ഹ്യൂമാനിറ്റീസ്, 38 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സ്. അതാണ്. ഇനി രണ്ടാമത്തെ സ്കൂള്, ആ പ്രിഫറൻസ് വെച്ച് പറയുമ്പോൾ രണ്ടാമത്തെ സ്കൂള് ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂരാണ്. അവിടെയുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 5 ഉണ്ട്, 34 ഉണ്ട്, 38 ഉണ്ട്, 39 ഉണ്ട്. അപ്പോൾ 1 പറയുന്നത് ബയോസയൻസ്, 5 പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഗ്രൂപ്പാണ് 5. ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ് 5 ഉള്ളത്. പിന്നെ 34 ഹ്യൂമാനിറ്റീസ് ആണ്. 38 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സ്, 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള കൊമേഴ്സ്. ഇത്രയും കോഴ്സുകളുണ്ട്. അടുത്ത സ്കൂള്, ഇപ്പം ഞാൻ ഈ സ്കൂളുകൾ തിരഞ്ഞെടുത്തപ്പം പാലിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഞാൻ നോക്കിയത് എൻ്റെ ഏറ്റവും അടുത്ത സ്കൂൾ, ഞാൻ താമസിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത സ്കൂളും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളും ഏറ്റവും നല്ല അഭിപ്രായമുള്ള സ്കൂളും. പലരോടും നമ്മൾ അന്വേഷിച്ചു. അവിടെ പഠിക്കുന്ന കുട്ടികളോട് പഠിപ്പിക്കാനൊക്കെ അധ്യാപകരുണ്ട്. അങ്ങനെ തോന്നിയ ആ ഒരു സ്കൂളിൻ്റെ ഒരു വെയിറ്റ് കൊടുക്കുമല്ലോ നമ്മൾ. ഓരോ സ്കൂളിനും പ്രാധാന്യം കൊടുക്കും. ആ പ്രാധാന്യം കൊടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയ
ആ ക്രമമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കോഴ്സ് ഞാൻ ആദ്യം നോക്കിയില്ല, ഏതെങ്കിലും കോഴ്സുകളൊക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ 2 കൊടുത്തു, 3 തിരുനാവായ NMHS കൊടുത്തു, 4 GHSS ഏഴൂര് കൊടുത്തു, 5 GHSS നിറമരുതൂർ കൊടുത്തു, 6 GHSS പുറത്തൂര്, 7 GHS കൽപ്പകഞ്ചേരി. പുറത്തൂരും കൽപ്പകഞ്ചേരിയൊക്കെ ഇത്തിരി ദൂരമുണ്ട്, എന്നാലും എവിടെയെങ്കിലും കിട്ടാതെ വന്നാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ AVHSS പൊന്നാനി ഉണ്ട്, MIHSS പൊന്നാനി ഉണ്ട്. ഇത്രയും സ്കൂളാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ സ്കൂളുകളിലാണ് ഓപ്ഷൻ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സ്കൂള് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ, ഏറ്റവും നന്നായി പഠനം നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സ്കൂളുകൾ. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് ദൂരം കൂടി വരികയാണ്. ഇപ്പോൾ തിരൂരിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് 20 കിലോമീറ്റർ പോകണം, 25 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പോൾ എന്നാലും വേണ്ടൂല, അവസാനത്തെ ചാൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ സ്കൂള് തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള കോഴ്സുകളൊക്കെ ഞാൻ നോക്കുക. ഈ സ്കൂളുകളുടെ ഒരു പ്രത്യേകത എന്താ നോക്കുക. ആദ്യത്തെ ബോയ്സിന്റെ കോഡ് 11,005. താനൂരത്തെ ദേവദാർ ഹൈസ്കൂളിന്റെ കോഡ് 11,004. പിന്നെ ഈ ബോയ്സ് സ്കൂളിന്റെ അടുത്തുള്ള തിരുനാവായ ഹൈസ്കൂളിന് 11,044. അപ്പൊ ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. പലയിടത്താണ് സ്കൂൾ കോഡ് കിടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സ്കൂൾ കോഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂൾ കോഡിൻ്റെ അടുത്ത നമ്പറുകളല്ല തൊട്ടടുത്ത സ്കൂളിനുള്ളത് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈ സ്കൂൾ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ കോഡുകൾ ഇതുപോലെ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ എഴുതി വെച്ചതിന് ശേഷം സ്കൂളിൻ്റെ പേരെഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കൂളിലുള്ള കോഴ്സ് കോഡുകൾ വലതുഭാഗത്ത് ഞാൻ എഴുതിയതുപോലെ എഴുതി വെക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ സ്കൂളുകളിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൾ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഉൾപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്നതിലേക്ക് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയാം. അപ്പോൾ ഫസ്റ്റിൽ സ്കൂൾ തിരഞ്ഞെടുക്കുക. 10ഓ 15ഓ സ്കൂൾ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അത് പ്രാധാന്യം അനുസരിച്ച് തിരഞ്ഞെടുക്കണം. അതാണ് ഇതിൽ പറയാനുള്ളത്. ഏറ്റവും ഇഷ്ടം എവിടെയാണ്, ചേരാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്, അങ്ങനെ ക്രമത്തിൽ താഴോട്ട് പോകണം. ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന നമ്പറിലായിരിക്കും ഏറ്റവും താല്പര്യം കുറവ്. കാരണം കുറച്ചുകൂടി ദൂരം ഉണ്ടാവും. സ്കൂള് കിട്ടിയാൽ വലിയ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയിലുള്ള കൊടുക്കലാണ്. ഇനി അതിനും അപ്പോൾ ഇത് എന്തൊക്കെയായി, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ സ്കൂൾ കോഡ് നമ്പർ കിട്ടി, സ്കൂളിൻ്റെ പേര് കിട്ടി, ആ സ്കൂളിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന കാര്യവും മനസ്സിലായി. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഓപ്ഷൻ കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ നമ്മൾ പിന്നെ അപേക്ഷ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞ് അവസാനം ഓപ്ഷൻ കൊടുക്കുന്നത് മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. ഇത്രയും എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഓപ്ഷൻ കൊടുക്കുകയാണ്. നോക്കുക, പ്രിഫറൻസ് നമ്പർ ഒന്നാമത്തെ ചാൻസിൽ ഏറ്റവും ഇഷ്ടം ഒന്നാമതായിട്ട് ഞാൻ കൊടുത്ത സ്കൂള് 11,005. ഈ കൊടുത്ത കുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് സയൻസ് കിട്ടണമെന്നാണ് ആഗ്രഹം. സയൻസ്, അതായത് ബയോ സയൻസ് കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഈ 9 സ്കൂളുകളിലും ബയോ സയൻസ് കൊടുത്തു, അപേക്ഷ കൊടുത്തു. നോക്കുക, ആദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടം 11,005 തിരൂര് ബോയ്സ് ഹൈസ്കൂളാണ്. അവിടെ കോമ്പിനേഷൻ കോഡ് 01 കൊടുത്തു. അതായത് സയൻസിൻ്റെ ബയോ സയൻസിൻ്റെ കോമ്പിനേഷൻ കോഡ് 01 അതുകൊണ്ട് ഒന്നാമതായിട്ട് അത് അവിടെ കൊടുത്തു. കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചാൻസിൽ ഏറ്റവും അടുത്തതാണ്, ഏറ്റവും ഇഷ്ടം സ്കൂളാണ്, അതുകൊണ്ട് കൊടുത്തു. രണ്ടാമത് നല്ല അന്തരീക്ഷവും നല്ല ബിൽഡിങ്ങും പിന്നെ ഒക്കെയുള്ള മറ്റൊരു സ്കൂള്, അവിടെയും നല്ല ക്ലാസ്സുകളാണ്. പിന്നെ താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ താനൂർ 11,004. അവിടെയും ഞാൻ 01 കൊടുത്തു. കാരണം എനിക്കെന്താ ആവശ്യം, കുട്ടിക്ക് എന്താവശ്യമുണ്ട്, ഞാനെന്ന് പറയുന്നത് കുട്ടിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് സയൻസാണ് പഠിക്കേണ്ടത്, അവിടെയും കൊടുത്തു. ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷനിൽ ഞാൻ കൊടുത്തത് 11,044 NMHS തിരുനാവായ ഹൈസ്കൂളിലാണ് ഞാൻ കൊടുത്തത്. കുറച്ച് ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല, വളരെ എളുപ്പത്തിൽ പോയി വരാവുന്ന സ്ഥലമാണ്, നല്ല സ്കൂളുമാണെന്ന് കേട്ടപ്പോൾ ഞാൻ 11,044 കൊടുത്തു. അവിടെയും കോഴ്സ് കോമ്പിനേഷൻ കോഡ് കൊടുത്തു, 01 തന്നെ കൊടുത്തു, ബയോ സയൻസ് കോഡ്.
ഇനി അടുത്തതിൽ 11,136 GHSS 7 തിരൂർ ടൗണിലുള്ള സ്കൂൾ തന്നെയാണ്. ഞാൻ നാലാമത്തെ ഓപ്ഷൻ അവിടെയാണ് കൊടുത്തത്. അവിടെയും ഞാൻ സയൻസ് കൊടുത്തു. അഞ്ചാമത്തെ ഓപ്ഷൻ GHS നിറമരുതൂരാണ്, 111,25. അവിടെയും 01 ബയോ സയൻസ് തന്നെ കൊടുത്തു. ആറാമത്തെ ഓപ്ഷൻ 111,35 അത് GHSS പുറത്തൂരാണ്. പുറത്തൂരേക്ക് ഇത്തിരി ദൂരമുണ്ട്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് സയൻസ് കിട്ടിയേ പറ്റൂ എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ്. ദൂരെയാണെങ്കിൽ ഞാൻ ഈ 01 അവിടെയും കൊടുത്തു. ഏഴാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് GHSS കൽപ്പകഞ്ചേരിയാണ്. അവിടെയും കോഡ് 111,50 അവിടെയും ഞാൻ സയൻസ് കൊടുത്തു. എട്ടാമത്തെ ഓപ്ഷൻ 112,33 അതായത് AV ഹൈസ്കൂൾ പൊന്നാനി. AV ഹൈസ്കൂൾ പൊന്നാനി വീണ്ടും ബയോ സയൻസ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അടുത്തത് ഒമ്പതാമത്തെ ഓപ്ഷൻ 110,52 MIHS പൊന്നാനിയാണ്. സ്കൂളിൻ്റെ പേരൊന്നും ഇവിടെ എഴുതണ്ട, ഞാനിത് അറിയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഈ കോഡുകൾ മാത്രമേ എഴുതണ്ടോ, കോമ്പിനേഷൻ കോഡും. അപ്പോൾ ഈ അവിടെയും 01 കൊടുത്തു. 9 സ്കൂളുകളിൽ 01 കോഡ് കൊടുത്തു. അപ്പോൾ ഈ പൊന്നാനിയൊക്കെ ദൂരമുള്ള സ്ഥലമാണ് എങ്കിൽ പോലും ഇവിടെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടിയാലും എനിക്ക് സയൻസ് വേണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ കുട്ടി പൊന്നാനി വരെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സയൻസിലെ ഈ 9 ഓപ്ഷനിൽ സയൻസ് ബയോ സയൻസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ 9ലും ബയോ സയൻസ് കിട്ടിയില്ല എങ്കിൽ എന്നുള്ളതാണ് അടുത്തത്, പത്താമത്തത് വന്നത്. പത്താമത്തിൽ ഞാൻ ചെയ്തത് 11,044 അതായത് NMHS തിരുനാവായയിൽ ഞാൻ കോഴ്സ് നമ്പർ 5 കൊടുത്തു. കോഴ്സ് നമ്പർ 5 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഗ്രൂപ്പാണ്. അതിനുശേഷം ഞാൻ 11,004 അതായത് ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഉണ്ട് 05 അത് കൊടുത്തു. അപ്പോൾ ഈ തിരുനാവായയിലും ദേവദാറിലും ഞാൻ നേരത്തെ ഏതിൽ കൊടുത്തിട്ടുണ്ട്? സയൻസിൽ കൊടുത്തിട്ടുണ്ട്. ആ സയൻസിൽ കൊടുത്തതിന് ശേഷം കിട്ടിയില്ല എങ്കിൽ ഞാൻ അവിടെ തന്നെ അതേ സ്കൂളിൽ കോഡ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ തന്നെ, ഇതിൽ നിന്ന് അർത്ഥമാകുന്നത് എന്താ? ഒരു സ്കൂളിൽ തന്നെ ഏത് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഒരു സ്കൂളിൽ ഒരു ഓപ്ഷൻ അല്ല കൊടുക്കാൻ പറ്റുന്നത്. ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ കോഴ്സിനും കോഡ് വേണമെന്നേ ഉള്ളൂ, അപേക്ഷ കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇനി ഇപ്പം ഞാൻ 11 എണ്ണം കൊടുത്തു കഴിഞ്ഞു. 11 എണ്ണത്തിൽ 9 എണ്ണം ബയോ സയൻസ് ആണ്, 2 എണ്ണം കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഗ്രൂപ്പാണ്. ഇനി 12ാമത്തേൽ ഞാൻ പറയുന്നു, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ, ഈ ബയോ സയൻസും കിട്ടിയില്ല, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ഇതും കിട്ടിയില്ലെങ്കിൽ ഞാൻ 39ാമത്തെ കോഡ് തിരഞ്ഞെടുത്തു. അതായത് 11,004 വീണ്ടും ഞാൻ ദേവദാറിൽ തന്നെ കൊടുത്തു. ദേവദാർ ഹൈസ്കൂൾ താനൂരിൽ വീണ്ടും എന്ത് കൊടുത്തു? 39 കൊടുത്തു. അതായത് 39 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സാണ്. അപ്പോൾ ദേവദാർ ഹൈസ്കൂളിൽ ഞാൻ 3 ഓപ്ഷൻ ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു. നോക്ക്, ബയോ സയൻസ് 1 കൊടുത്തു, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഗ്രൂപ്പ് 5 കൊടുത്തു, പിന്നെ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കൊമേഴ്സ് 39 അതും ദേവദാർ ഹൈസ്കൂളിൽ, അതായത് 11,004 തന്നെ കൊടുത്തു. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഓർഡർ ഓഫ് പ്രിഫറൻസിലാണ് ഇത് കൊടുക്കുന്നത്. ആ ക്രമത്തിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടിയെന്ന് ഏതെങ്കിലും ഒന്ന് കിട്ടട്ടെ, താഴേന്നാ കിട്ടി വരിക. ചിലപ്പോൾ നമ്മൾ കിട്ടി വന്ന ഒന്നാമത്തിൽ തന്നെ ഫസ്റ്റ് ലിങ്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്. ഇനി അപ്പോൾ ഞാൻ ബയോ സയൻസിൻ്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ദൂരെയുള്ള സ്കൂളുകളിൽ ഞാൻ ഓപ്ഷൻ കൊടുത്താൽ എനിക്ക് പോയി വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുട്ടി അതിനപ്പുറത്തേക്കുള്ള സ്കൂളുകളിൽ ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഇനി അടുത്തത് 11,005 കുട്ടി മറ്റൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അത് ബോയ്സിൽ തന്നെയാണ്. 11,005 ബോയ്സ് ഹൈസ്കൂളാണ്. ബോയ്സ് ഹൈസ്കൂളിൽ 38 വെച്ചിട്ടുണ്ട്. 38 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ, ഈ സ്കൂളുകളിലേക്ക് കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ കോഴ്സ് ഉണ്ടായിരിക്കണം. ഇതുപോലെ നമ്മൾ വെള്ള പേപ്പറിൽ എഴുതി വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടർ സെൻറ്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ പോയി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ക്രമമായിട്ട് നമ്മൾ എഴുതി വെക്കണം. ഇനി അപ്പം ഞാൻ 12 2 കൊമേഴ്സ് കൊടുത്തു കഴിഞ്ഞു. 14ാമത്തെ ഓപ്ഷൻ ഞാൻ വീണ്ടും
തിരുനാവായ ഹൈസ്കൂളിലേക്ക് കൊടുത്തു. വീണ്ടും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള കൊമേഴ്സ് 39 അത് അവിടെ ഉണ്ട്, അത് ഞാൻ കൊടുത്തു 14ാമത്തെ ഓപ്ഷനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരേ സ്കൂളിൽ തന്നെ പല ഓപ്ഷൻ ഇപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 15ാമത്തെ ഓപ്ഷനിൽ ഞാൻ ഈ 111 GHS നിറമരുതൂർ. നിറമരുതൂരിൽ ഞാൻ സയൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കൊമേഴ്സ് 39 കൊടുക്കുകയാണ്, അത് കൊടുത്തു. ഇനി 16 111 111 എന്ന് പറയുന്നത് പുറത്തൂരാണ്. GHSS പുറത്തൂര് ഞാൻ സയൻസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് കൂടി കൊടുക്കുകയാണ് അവിടെ. അതെ, അടുത്ത 17ാമത്തെ ഓപ്ഷൻ 111 നിറമരുതൂരാണ്. GHS നിറമരുതൂരിൽ ഞാൻ ഓൾറെഡി 2 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു. സയൻസിനും കൊടുത്തു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സും കൊടുത്തു. ഇനിയിപ്പോൾ 17ാമത് ഞാൻ കൊടുക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കൊമേഴ്സാണ്. അതാണ് 38, അത് കൊടുത്തു. അടുത്ത ഞാൻ 18ലാണ് കൊടുക്കുന്നത്. അത് 111 അത് GHS ഏഴൂരാണ്. അവിടെ ഞാൻ സയൻസിന് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 18ാമത്തെ ഓപ്ഷനിലെ കൊമേഴ്സ് ഇപ്പോൾ 38 കോഴ്സ് നമ്പർ 38 കോമ്പിനേഷൻ കോഡിലുള്ള കൊമേഴ്സ് ഞാൻ കൊടുത്തു. 19ാമത്തെ ഓപ്ഷനിൽ 1150 111 കൽപ്പകഞ്ചേരി ഹൈസ്കൂളാണ്. കൽപ്പകഞ്ചേരി ഹൈസ്കൂളിൽ ഞാൻ ഓൾറെഡി സയൻസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കൊമേഴ്സ് കൂടി അവിടെ കൊടുക്കുകയാണ്. അടുത്തത് 20ാമത്തെ ഓപ്ഷൻ ആ ക്രമത്തിലാണ് വരുന്നത് കേട്ടോ. താല്പര്യം മുമ്പോട്ട് പോകുമ്പോൾ നമ്പർ കുറയും തോറും എൻ്റെ താല്പര്യം കുറഞ്ഞു വരുന്ന രീതിയിലാവുന്നത്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള നമ്പർ എത്രയായിരിക്കും? സീരിയൽ നമ്പർ 1 ക്രമ നമ്പർ 1 അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമ്മൾ 20 എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 20ാമത്തെ ഇഷ്ടമേ എനിക്കുള്ളൂ അതിൽ. അപ്പം 11,005 വീണ്ടും തിരൂർ ബോയ്സിലേക്ക് തന്നെ ഞാൻ വന്നു. തിരൂർ ബോയ്സിൽ ഞാൻ 2 ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സയൻസിനും കൊടുത്തു, പിന്നെ കമ്പ്യൂട്ടർ സയൻസിനും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കുക, തിരൂർ 11,005 സയൻസ് കൊടുത്തിട്ടുണ്ട്, 11,005 വീണ്ടും 38 കൊടുത്തിട്ടുണ്ട്, കൊമേഴ്സും കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും 11,005 അവിടെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കോമ്പിനേഷൻ കോഡ് 10 പഠിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എന്നായിട്ടർത്ഥം. എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആണ് 10, അതും അവിടെ കൊടുത്തു. ഇനി 21ാമത്തെ ഓപ്ഷൻ GHS ഏഴൂരാണ്. ഏഴൂര് ഞാൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? 111 കൊമേഴ്സ് കൊടുത്തിട്ടുണ്ട്, സയൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ഹ്യൂമാനിറ്റീസ് കൂടെ അവിടെ കൊടുക്കാൻ തീരുമാനിച്ചു. ഹ്യൂമാനിറ്റീസ്, അതായത് 11 ഓപ്ഷൻ 11 കോമ്പിനേഷൻ കോഡ് 11 ഹ്യൂമാനിറ്റീസും കൊടുത്തു. ഈ കുട്ടി ഇവിടെ കൊടുത്ത് ഇത്രയും കൊടുത്ത് നിർത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ക്രമ നമ്പർ ഇട്ട് സ്കൂൾ കോഡ് എഴുതി ഏത് ഓപ്ഷനാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നത് പരമാവധി നിങ്ങൾ കൊടുത്തോളൂ. 10, 25, 30 ഒക്കെ കൊടുക്കാം പല കോഡിൽ. എവിടെയാണ് നമുക്ക് കിട്ടുന്ന അതിനനുസരിച്ച് മാറ്റി നമുക്ക് പോകാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമുക്ക് തെറ്റ് തിരുത്താൻ ഒരവസരം തരും. അത് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ക്രമ നമ്പറുകളിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയ്യോ, 1ാമത് കൊടുക്കേണ്ട സ്കൂള് 5ാമതാണ് കൊടുത്തിട്ടുള്ളത്, അതെല്ലാം കൺഫേം ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കതിലൊരു തിരുത്ത് വേണമായിരുന്നു. ഞാൻ 2ാമത് കൊടുക്കേണ്ട സ്കൂള് 4ാമതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 4ാമത്തെ സ്കൂളിനെ എടുത്ത് 2ാമതിലേക്ക് മാറ്റണം. ഇങ്ങനെ ഒരു ചാൻസ് തരും എല്ലാവർക്കും. ആ ചാൻസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷേ അതിനൊന്നും നിൽക്കേണ്ട, തിരുത്താനായിട്ട് വേണ്ടിയിട്ട് പിന്നിപ്പം നമ്മൾ തെറ്റ് കൊടുക്കണ്ടല്ലോ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതേമാതിരി നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾക്കെല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് കൊടുക്കാൻ, ഈ ഓപ്ഷൻ കൊടുക്കാൻ. ഈ ഓപ്ഷൻ കൊടുക്കുന്ന സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. ഈ ഓപ്ഷനിൽ എവിടെയും സ്കൂളിൻ്റെ പേരോ കോഴ്സിൻ്റെ പേരോ ഒന്നും, കോമ്പിനേഷൻ്റെ പേരോ ഒന്നും എഴുതുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ അത് നമ്പറുകൾ മാത്രമാണ്. അപ്പോൾ ഈ നമ്പർ കൊടുക്കുമ്പോൾ തെറ്റരുത്. ഇത് കണ്ടില്ലേ, ഞാൻ കൊടുത്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. ഇത് വൈറ്റ് പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കുക ഇത്. എന്നതിന് ശേഷം മാത്രമേ എവിടെയെങ്കിലും പോയിട്ട് ഈ സിസ്റ്റത്തിൽ നമ്മൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കാവൂ. നിങ്ങളൊരു 30 സ്കൂൾ വരെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്കൂൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്കൂളുകളായിരിക്കണം. അത് സ്കൂൾ കോഡ് എങ്ങാനും മാറിപ്പോയെങ്കിൽ നമ്മൾ പെട്ടു. അവിടെ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് പോകാനും പറ്റില്ല, അഡ്മിഷൻ തരുകയും ചെയ്യും. ഇതൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ.
ഞാൻ തിരഞ്ഞെടുത്ത സ്കൂളിൻ്റെ ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കി നിങ്ങൾ കണ്ടല്ലോ. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് റെഡിയാക്കിയാൽ ഒരു സംശയവും ഉണ്ടാവില്ല. ഓപ്ഷൻ കൊടുക്കുന്നതിൽ എവിടെയും ഒരു തെറ്റും നിങ്ങൾക്ക് സംഭവിക്കുകയുമില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്ക് കുറച്ചുകൂടി ഓപ്ഷൻ കൊടുക്കുന്നത് ഒരിക്കലും ആര് പറയുന്നതാവരുത്, അക്ഷയക്കാരൻ പറയുന്നതാവരുത്, കമ്പ്യൂട്ടർ സെൻറ്ററിലുള്ള ചേട്ടൻ പറയുന്നതാവരുത്. നമ്മുടെ സ്വന്തം ഇഷ്ടമായിരിക്കണം. ആ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ഓപ്ഷൻ കൊടുക്കാവൂ. ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ പേപ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി. അദ്ദേഹം അവിടെ ചെയ്യുന്നയാൾ കൃത്യമായിട്ട് ഇത് വെച്ച് ടൈപ്പ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിനു മുന്നേ ഇത് കമ്പ്യൂട്ടറിൽ തന്നെ ഇട്ട് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ടേ തീരുമാനിക്കാവൂ. എന്നിട്ടും എന്തെങ്കിലും തെറ്റുകൾ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സമയത്ത് തിരുത്ത് അനുവദിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഒരു ദിവസമേ അതിന് കിട്ടുള്ളൂ. ആ ദിവസം നമുക്ക് തിരുത്താം. ഓക്കെ, നിങ്ങൾക്കിത് വളരെ സഹായകരമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും നന്നായിട്ട് ഇത് പ്രത്യേകിച്ചൊരു പ്ലാൻ എടുത്ത് ഞാൻ ചെയ്തതാണ്. ഓപ്ഷൻ കൊടുക്കുന്ന രീതി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതി ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ മറക്കണ്ട. കാരണം എല്ലാ ഡീറ്റെയിൽസും അലോട്ട്മെൻ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ സംശയങ്ങൾ, കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ഈ ചാനലിലൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.